നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ കേരള സ്റ്റോറി ഒരു പ്രൊപ്പഗാൻഡ സിനിമയാണ്. ആ സിനിമയിൽ പ്രചരിപ്പിക്കുന്നത് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു മോശപ്പെട്ട രീതിയിൽ പ്രചരിപ്പിക്കുക, ഒരു വൈഡ് ഓഡിയൻസിന് മുന്നിൽ കേരളത്തെ നാണം കെടുത്തുക എന്ന രീതിക്കാണ് ആ ഒരു സിനിമ ഇറങ്ങിയ മുതൽ കേൾക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. അതിനുശേഷം അത് നാഷണൽ അവാർഡിന് പരിഗണിക്കപ്പെടുന്നു, അത് നാഷണൽ അവാർഡ് കിട്ടുന്നു. അപ്പോഴും അതൊരു കേരളത്തെ നാണം കെടുത്തിയതിന് കിട്ടിയ ഒരു കൈക്കൂലി എന്നൊക്കെയാണ് കേരളത്തിലെ മന്ത്രിമാർ ആ ഒരു സിനിമയുടെ അവാർഡ് ലബ്ധിയിൽ പ്രതികരിച്ചത്. എന്നാൽ ആ സിനിമയിൽ പറയുന്ന പല കാര്യങ്ങളും ചെറിയ അർത്ഥസത്യങ്ങളാണ്, മുഴുവൻ സത്യമല്ല, അർത്ഥസത്യങ്ങളാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു സംഭവമാണെങ്കിലും ഈ കഴിഞ്ഞ ദിവസം തന്നെ കൊട്ടാരക്കരയിൽ നിന്ന് സമാനമായൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അത് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തില്ല. ഇതൊരു +2 വിദ്യാർത്ഥിനിയായിരുന്ന ഒരു കുട്ടി. ഇവരുടെ സുഹൃത്ത് നിരന്തരം ഈ പെൺകുട്ടിയെ മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മഞ്ചേരിയിലെ സത്യസരണിയിൽ കൊണ്ടുപോയി മതം മാറ്റിയതിന് ശേഷം വിവാഹം കഴിക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പോൾ ആ കുട്ടി, ആ കുടുംബവും പിന്നീട് ഇതിനെ വിസമ്മതിച്ചു. അത് വിവാദമാവുകയും ഇപ്പോൾ അയാളുടെ പേരിൽ പോക്സോ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിലെ പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നടക്കം പോലീസിനെതിരെ കൃത്യവിലോപനത്തിന് പല ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതിനിടെയാണ് കോതമംഗലത്ത് നിന്ന് വരുന്ന ഈ ഒരു ദാരുണമായ സംഭവം.